സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന ആശംസാ കാർഡുകൾ വിസ്മൃതിയിലേക്ക് മാറും. ക്രിസ്മസ്, പുതുവത്സര കാലത്താണ് ഏറ്റവും കൂടുതൽ ആശംസാ കാർഡുകൾ വിറ്റഴിഞ്ഞിരുന്നത്. പുതിയ കാലത്ത് എല്ലാം ഡിജിറ്റൽ ലോകത്തിന് വഴിമാറും. സ്നേഹവും സൗഹൃദങ്ങളും പങ്കുവയ്ക്കുന്ന ആശംസാ കാർഡുകൾ ഓർമ്മകളിലേക്ക് ചേക്കേറുന്നു. അകലെയുള്ളതും അടുത്തുള്ളതുമായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ക്രിസ്മസ്, പുതുവത്സര ആശംസകൾ അറിയിക്കുന്നത് കാർഡുകൾ വഴിയാണ്. വർണ്ണമനോഹരമായ വൈവിധ്യമാർന്ന എണ്ണമറ്റ ആശംസാ കാർഡുകൾ ക്രിസ്മസ്, പുതുവത്സര കാലത്ത് വിപണിയിലെ വേറിട്ട കാഴ്ചയായിരുന്നു. പഴയകാല ഓർമ്മകൾ പുതുതലമുറയ്ക്ക് അന്യമാണ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ആശംസാ കാർഡുകൾ അലിഞ്ഞു ചേരുന്ന പുതിയ കാലം. ആശംസാ കാർഡുകൾ പൂർണ്ണമായും വിപണി വിട്ടൊഴിഞ്ഞിട്ടില്ല. ഒറ്റപ്പെട്ട കാഴ്ചയായി കാർഡുകൾ ഇപ്പോഴും പല സ്ഥലത്തുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ വളർച്ചയാണ് ആശംസാ കാർഡുകളുടെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ആശംസകൾ ലോകത്തിൻ്റെ മുക്കിനും മൂലയിലും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുന്ന സാഹചര്യം വന്നതോടെ ആശംസാ കാർഡുകൾ കണി കാണാൻ പോലും ഇല്ലാത്ത സ്ഥിതിയായി. പണ്ടൊക്കെ ക്രിസ്മസ് കാർഡുകൾ വേണ്ടി എത്തുന്ന ആളുകൾ നമ്മുടെ ഷോപ്പിൽ അന്വേഷിച്ച് വരുമായിരുന്നു. കാർഡുകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഡിസൈൻ ചെയ്തും ഒത്തിരി കാർഡുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് സന്ദേശങ്ങൾ അയക്കുന്നതിലും ഈ ആശംസ നേരുന്നതിലും എന്തോ സോഷ്യൽ മീഡിയയുടെ കുതിച്ച് വരവോടുകൂടി ഈ സന്ദേശ കാർഡുകളുടെ പ്രചാരം കുറയുകയും മറ്റ് ആശംസകൾ വാട്സപ്പ് മുഖേനയും സോഷ്യൽ മീഡിയ വഴി സന്ദേശങ്ങൾ അയക്കുന്ന ഒരു പ്രവണതയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കാർഡുകൾക്ക് പകരം കേക്കുകൾ തിരക്കിയും പുതിയ കാർഡുകൾ തേടി എത്തുന്നവരുടെ തിരക്ക് വ്യാപാരശാലകളിൽ പണ്ട് പലപ്പോഴും സ്ഥിരം കാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം ഓർമ്മകളിലേക്ക് മാറുന്നു. വിൻമീഡിയ, ചേർത്തല.